ഹലോ. ഇന്ന് 7 മണിക്കാണ് എണീറ്റ് വരുന്നത്. 9 മണിയാവുമ്പോ കണ്ണേട്ടൻ ഓഫീസിലേക്ക് ഇറങ്ങണം. അപ്പൊ ഇന്ന് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി കണ്ണേട്ടൻ വരുന്ന സമയത്ത് മത്തി കുറച്ച് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് രാത്രി തന്നെ ക്ലീൻ ചെയ്ത് വറക്കാനുള്ളത് വേറെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈസി ആയിട്ട് ഇന്ന് പെട്ടെന്ന് പണികൾ കഴിയുമല്ലോ. അതുകൊണ്ട് പിന്നെ എണീക്കുമ്പോൾ 7 മണിയായാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അലാറം ഇങ്ങനെ 6:30 തൊട്ട് അടിക്കുന്നുണ്ട്. അതിങ്ങനെ ഓഫാക്കി ലാസ്റ്റ് എണീറ്റപ്പോൾ 7 മണിയായിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ വേഗം ഓടിപ്പോയിട്ട് അരി അടുപ്പത്ത് വെച്ചു. ഇതാണെങ്കിൽ ഒരു മട്ട അരിയാ, വടിമട്ട എന്ന് പറഞ്ഞിട്ട്. അതാണെങ്കിൽ വേവാൻ കുഴപ്പമില്ല, കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ അരി അടുപ്പത്തിട്ടിട്ട് നന്നായി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓഫാക്കിയിടും. അപ്പോൾ ഒരു 1-1.5 മണിക്കൂറൊക്കെ അത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരി സെറ്റായിട്ടുണ്ടാവും. അപ്പം ഞാൻ അരി അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് മുളകിൻ്റെ തൈയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അമ്മ എനിക്ക് കൊടുന്നിട്ട് തന്നിട്ടുണ്ടായിരുന്ന വിത്തുകളാണ്. അപ്പം അമ്മേനെ പാവി അത് മുളച്ചു അങ്ങനെ ഒരു ചെറിയ ചട്ടിയിൽ. പിന്നെ ഞാനപ്പോൾ അത് മാറ്റി കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായി ഉഷാറായിട്ട് നിൽക്കണില്ല. അതിന് പിന്നെ രാവിലെ തന്നെ ഞാൻ തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോയി. ഇതാണെങ്കിൽ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന നെല്ലിക്കയുടെ ഒരു സംഭവമാണ്. ഇമ്മ്യൂണിറ്റി ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളത്. അതായത് നെല്ലിക്കയും കുറച്ച് കുരുമുളക് പൊടിയും തേനും ഒഴിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഞാനത് ഇനി നാശാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് എന്നും രാവിലെ കുറച്ച് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. പക്ഷേ ഇത് എന്നും രാവിലെ കഴിക്കാൻ എനിക്ക് അത്ര ഓർമ്മയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഓർമ്മയുള്ള ദിവസങ്ങളിൽ ഞാൻ കഴിക്കും. പിന്നെ ഉണ്ണികൾക്കും കൊടുക്കും. പക്ഷേ കുഞ്ഞിക്ക് രാവിലും നെല്ലിക്ക അതങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല. പക്ഷേ അതിൻ്റെ നീര് കുടിക്കും. കാരണം തേനാണല്ലോ. ചെറിയൊരു കയ്പ്പ് മാത്രമേ അതിനുണ്ടാവുള്ളൂ. ഇന്നാണെങ്കിൽ മത്തി തേങ്ങയൊക്കെ അരച്ചിട്ട് ഒരു കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ തേങ്ങയൊക്കെ ചിരവി സെറ്റാക്കി വെച്ചു. എനിക്കാണെങ്കിൽ മത്തി കൂടുതലും മുളകിട്ട് വെക്കാനാണ് ഇഷ്ടം. പക്ഷെ ഇവിടെ എല്ലാവർക്കും മത്തി ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മത്തി വാങ്ങും. ചെറിയ മീൻ കഴിക്കുന്നതും നല്ലതല്ലേ. പിന്നെ മത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് വാങ്ങുമ്പോൾ ചില സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇതേപോലെ മുളകിട്ടിട്ടാണ് വെക്കാറ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മസാലയുടെ നോക്കുമ്പോൾ മസാലകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ കലർത്തി വെച്ചിരിക്കുകയാണ്. ഇത് രാവുവിൻ്റെ പണിയാണ്. മല്ലിയിൽ മുളകും അതേപോലെ മുളകിൽ ഉപ്പും ഒക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. പട്ടയുടെ ഡപ്പയിലൊക്കെ അത് പട്ടയുടെ പാത്രത്തിലൊക്കെ അവൻ മുളക് പൊടിയൊക്കെ ഇട്ട് നിറച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ജീരകത്തിലൊക്കെ ആകെ മുളക് പൊടിയാണ്. ഇനിയിപ്പോൾ ജീരകമൊക്കെ കഴുകി വീണ്ടും ഉണക്കി വെക്കണം. നല്ലൊരു പണിയാണ് അവൻ തന്നിട്ടുള്ളത്. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ തേങ്ങയിൽ കുറച്ച് ചെറുള്ളി ഇട്ടിട്ട് നന്നായി അരച്ചെടുത്തു. പിന്നെ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറുള്ളിയും ഇഞ്ചിയും വേറെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളകും. അപ്പോൾ അതിലേക്ക് ഈ തേങ്ങ നന്നായിട്ട് അരച്ചിട്ടുള്ളത് ചേർക്കും. ഇവർ കുഞ്ഞുങ്ങളും ചിലപ്പോൾ കറിയൊക്കെ കൂട്ടി കഴിക്കും. രാവുവിന് ഇഷ്ടമാണ് മീൻകറിയൊക്കെ. അപ്പോൾ ഞാൻ വലിയ എരിവില്ലാതെയാണ് വെക്കുക. പിന്നെ ഇടുന്ന മുളക് പൊടിയാണെങ്കിൽ കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ റീൽസിലൊക്കെ കുറേ മുളക് പൊടിയും ഇതൊക്കെ ഇട്ട് കാണുമ്പോൾ ആളുകൾ വിചാരിക്കും കുഞ്ഞുങ്ങൾക്ക് എരിയില്ല, ഇതെങ്ങനെയാണ് കുഞ്ഞുങ്ങൾ കഴിക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് അത്ര എരിവ് ഇല്ല. പിന്നെ ചെറിയ എരിവൊക്കെ ഇവർ കഴിക്കും. പിന്നെ ഇവർക്ക് ഇഷ്ടമുള്ള സാധനം ആണെങ്കിൽ ഇവർ എന്ത് എരിവുണ്ടെങ്കിലും ഇവർ കഴിക്കും. ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും ഫുഡ് എരിവുള്ളത് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ല, അവർ കഴിക്കും. നേരെ മറിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് എങ്കിൽ അവർ അത് എരിവാണ്, വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് കഴിക്കില്ല. അപ്പം മീനൊക്കെ ഇഷ്ടമാണ്. അപ്പം മീൻ വറുത്തത് അത് കുറച്ച് ചെറിയൊരു എരിവ് ഉണ്ടെങ്കിലും അവരത് കഴിക്കും. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിയുന്നതിന് മുന്നേ തന്നെ കുഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട്. ചില സമയത്ത് കുഞ്ഞ് അങ്ങനെയാണ്, നേരത്തെ എണീറ്റിട്ട് വരും. അപ്പോൾ സാധാരണ ഒരു 9 മണി നേരത്തൊക്കെ എണീക്കാറ്. അപ്പോൾ ഇന്നൊരു 8 മണിയൊക്കെ ആയപ്പോൾ പുള്ളിക്കാരി എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ സുഖത്തിലല്ല എണീറ്റ് വന്നിട്ടുള്ളത്, ഭയങ്കര വാശിയും കരച്ചിലും ഒക്കെ ആയിട്ട്. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ അച്ഛൻ എടുത്താലും അവൾ നിൽക്കില്ല, ഞാൻ തന്നെ എടുക്കണം. പിന്നെ അവൾ എടുത്തിട്ട് ഞാൻ പണി ചെയ്യേണ്ടി വരും. ഭയങ്കര ഒരു പ്രത്യേക വാശിയാവും. അപ്പോൾ പാലും എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാവും. പക്ഷെ കറി അടുപ്പത്തുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കറി സെറ്റ് ചെയ്തതിന് ശേഷം അവൾക്ക് പോയിട്ട് പാൽ കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ വെള്ളം ഇതൊന്നും കുടിക്കുന്നത് കാണുമ്പോൾ അവൾക്കും കുടിക്കണം. അപ്പോൾ ഇപ്പം എല്ലാവരും ഈ ബോട്ടിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത് ഇവിടെ. അതിൻ്റെ പിന്നാലെ തന്നെ രാവുകുട്ടി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞിക്കും പാലും കൊടുത്ത് രാവുവിന് വെള്ളമൊക്കെ കൊടുത്ത് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കൊടുക്കും. അങ്ങനെ അവരേനെയൊക്കെ സെറ്റാക്കി കണ്ണേട്ടനുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ കണ്ണേട്ടൻ പോയി. പിന്നെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ പുറത്തിങ്ങനെ എന്തെങ്കിലുമൊക്കെ അതും ഇതും പറഞ്ഞിട്ടും കാഴ്ചകൾ കണ്ടിട്ടും ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും. കുഞ്ഞാണെങ്കിൽ കുറെ അഭിനയിച്ചിട്ടുള്ള കുറെ കരച്ചിലൊക്കെ കരയുന്നുണ്ട്. അത് രാവുവിനെ ഞാൻ മടിയിലിരുത്തിയത് കണ്ടിട്ടാണ്. ശരിക്കും രാവുവിനെ മടിയിലിരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിക്ക് പിന്നെ ഭയങ്കര വാശിയാണ് അവൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അവൾ വന്നിരിക്കില്ല, പക്ഷെ രാവു ഇരിക്കുകയാണെങ്കിൽ അവൾ വന്നിരിക്കും.
ബാബു മടിയിലിരിക്കണേനെ എന്തിനു കുഞ്ഞു കരയുന്നതാ? ഉരുമ്പ് കടിച്ച കുഞ്ഞിനല്ലേ? സാരമില്ല കേട്ടോ. എവിടെ കടിച്ച് കാണിച്ചു കൊടുത്തേ? ഇവിടെ കടിച്ചെത്ര കുഞ്ഞിനെ? ഉറുമ്പ് കടിച്ചെത്രേ? കണ്ണേട്ടനാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ എനിക്ക് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആള് പോയതിന് ശേഷമാണ് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. പിന്നെ ഭയങ്കര പണിയുള്ള കാര്യങ്ങളൊക്കെയാണ്, കുഞ്ഞുങ്ങളൊന്നും എണീറ്റിട്ടില്ല, അവർ നല്ല ഉറക്കമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ചോറും കറികളൊക്കെ വെക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ ചെയ്ത് തീരും. ഇല്ലെങ്കിൽ ആള് പോയതിന് ശേഷം ഞാൻ സാവധാനം ഉണ്ടാക്കുകയുള്ളൂ, ഇവരെ എണീക്കുന്ന സമയമൊക്കെ ആകുമ്പോഴേക്ക്. അപ്പോൾ ഇന്നാണെങ്കിൽ ദോശയും ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തുണികളൊക്കെ വാഷ് ചെയ്യാനുള്ളത് കുറച്ച് നേരം ഈ സോപ്പും പൊടിയിലിട്ട് ആ വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ വാഷ് ചെയ്യാൻ പോവുക. അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ വറ്റൽമുളക് ഇട്ടിട്ട് കുറച്ച് കടലയും ഇട്ടിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് തേങ്ങയിലിട്ടിട്ട് അരച്ചിട്ടാണ് ഞാൻ കറി വയ്ക്കുക. അപ്പോൾ കടല രാവിലെ, അതായത് പ്രോട്ടീൻ ആണല്ലോ. അപ്പോൾ സാധാ ഒരു ചട്നീനേക്കാളും കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴല്ലോ. ഇപ്പോൾ ടേസ്റ്റിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ കടലൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ടേസ്റ്റ് എന്തായാലും ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അവർക്ക് കഴിക്കാൻ ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഒന്നും കൂടിയും ഒരു ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഞാൻ അതേപോലെ ഇപ്പോൾ നമ്മൾ ദോശയ്ക്കുള്ള മാവ് അരയ്ക്കുമ്പോൾ അരി ഉഴുന്നും മാത്രമല്ല, എന്തെങ്കിലും റാഗി ഇടും, ചിലപ്പോൾ കടല ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയി വന്ന സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ദോശക്കല്ലാണ്, ഇരുമ്പിൻ്റെ. അപ്പോൾ ഇതാണെങ്കിൽ മയക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ കുറേ ദിവസം കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ. പക്ഷെ ഞാനൊരു വട്ടപാത്രത്തിൽ ഇത് വെച്ചിട്ട് കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ ഇതിന് 2 കാതുള്ളത് കൊണ്ട് നല്ലപോലെ ഇത് ഇറങ്ങിയിരിക്കണില്ല. അതുകൊണ്ട് എനിക്കിത് കഞ്ഞിവെള്ളത്തിൽ ഈ സംഭവം മുങ്ങി കിടക്കണില്ല. അപ്പം ഇത് കഞ്ഞിവെള്ളത്തിൽ മുങ്ങി കിടക്കണമെങ്കിൽ എനിക്കൊരു ലോഡ്, ഇത് കുറേ ലിറ്റർ കഞ്ഞിവെള്ളം വേണ്ടി വരും. ഇതിപ്പോൾ ഞങ്ങൾ 2 പേർക്ക് മാത്രമുള്ള ചോറ് വെക്കുന്നതുകൊണ്ട് അധികം കഞ്ഞിവെള്ളമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ ആലോചിച്ചത് എന്തിലും ഇട്ട് വെക്കുക, എങ്ങനെ ഇപ്പോൾ ഞാനിതൊന്ന് മയക്കിയെടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നല്ലെണ്ണ കല്ലുപ്പും ഇട്ടിട്ട് നന്നായി ഇതിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കും. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതിങ്ങനെ ഉരച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം 10-15 മിനിറ്റെങ്കിലും നമ്മൾ ചെയ്യണം. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമുക്ക് അന്ന് തന്നെ അപ്പം തന്നെ ദോശ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം ഞാൻ എന്തായാലും ഇതിപ്പോൾ തലേ ദിവസം ഞാൻ ചെയ്ത് വെക്കുന്നതാണിത്. അപ്പോൾ ഞാനാണെങ്കിൽ നന്നായി കുറേ നേരം അത് റബ്ബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യുമ്മലൊക്കെ ആകെ ശരിക്കും ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ഇവിടെ സർജിക്കൽ ഗ്ലൗസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കാണാനില്ല. പിന്നെ അത് അന്വേഷിച്ച് നടക്കേണ്ടത് വെച്ചിട്ട് ഞാൻ പിന്നെ ആ മടിയിൽ ഞാൻ ഇങ്ങനെ ചെയ്തു. കയ്യുമ്മലൊക്കെ കുറേ കറിയും, പിന്നെ അത് സോപ്പ് ഇട്ടിട്ട് അതങ്ങനെ കഴുകിപ്പോയി. അപ്പോൾ ഞാൻ നല്ലെണ്ണയും കല്ലുപ്പിട്ടിട്ട് കുറേ നേരം ഉരച്ചിട്ട് പിന്നെ ഒരു തുണി കൊണ്ട് ആ എണ്ണയും അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു. എന്നിട്ട് ഞാൻ പിന്നെ നമ്മൾ സാധാ വിമ്മിൻ്റെ സോപ്പ് ഇട്ടിട്ട്, പാത്രം കഴുകുന്ന സോപ്പ് ഇട്ടിട്ട് നന്നായി അത് വീണ്ടും കഴുകിയെടുത്തപ്പോൾ എനിക്ക് തോന്നിയത് വലിയ ശരിയായില്ല, ഇതിൽ കുറച്ചും കൂടിയും കറണ്ട് തോന്നിയപ്പോൾ ഞാൻ അത് വീണ്ടും ഒരു വാഷിന് ശേഷം വീണ്ടും നന്നായി ഉരച്ചിട്ട് വീണ്ടും അത് കഴുകിയെടുത്തു. അങ്ങനെ 2-3 പ്രാവശ്യം കഴുകലും പിടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതെന്ത് ചെയ്തു, എണ്ണയൊക്കെ തേച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാനത് ഒരു ഭാഗത്ത് എടുത്ത് വെച്ചു. ഉള്ളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഇനി അതിൽ വീണ്ടും വെള്ളമായിട്ട് വീണ്ടും അതിങ്ങനെ തുരുമ്പ് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്ത് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അരിയും അതിൻ്റെ കൂടെ റാഗിയും. ശരിക്കും പച്ചരിയുടെ കൂടെ ഈ പരിപ്പ് മിക്സ് ചെയ്തത് രാവണിയുടെ പണിയാണ്. പക്ഷെ പരിപ്പ് ഉണ്ടെന്ന് വെച്ചിട്ട് വേറെ നമുക്ക് ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല, ഒന്നും കൂടി ഹെൽത്തി ആവുന്നുള്ളൂ. അപ്പോൾ ഞാൻ സാധാരണ കടലൊക്കെ ഇടാറുണ്ട്, പിന്നെ പരിപ്പുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ രാവുണ്ണിയാണ് അത് മിക്സ് ചെയ്ത് വെച്ച ആള്. അപ്പം അങ്ങനെ പിറ്റേ ദിവസം ശരിക്കും ഇപ്പം ഞാൻ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് നല്ലെണ്ണയും കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് ആ ഒരു പാത്രത്തിൽ തടവി കൊടുക്കും. എന്നിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ ദോശ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. സാധാരണ ചിലർക്കൊന്നും കുറേ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഒന്ന് മയങ്ങി കിട്ടുക. ഈ ഇരുമ്പിൻ്റെ ചട്ടി നമ്മൾ വാങ്ങുമ്പോൾ കുറേ ദിവസം കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് പുളിവെള്ളത്തിലൊക്കെ എന്തൊക്കെയോ ചെയ്യും, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് അറിയില്ല, ഒറ്റ ദിവസം കൊണ്ട് ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ വീഡിയോ നോക്കിയിട്ട് ഞാൻ ചെയ്തത്. ഞാനാണെങ്കിൽ മാവ് അരച്ച് വെക്കുന്നത് തലേ ദിവസം രാത്രി ഞാൻ മറന്നു അരച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 11 മണിക്കൊക്കെയാണ് ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊന്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇതിലും നന്നായി നല്ല ഫ്ലഫി ആയിട്ട് അതങ്ങനെ വരാറുണ്ട്. പക്ഷെ അത്രയും ആയിട്ടില്ല. അങ്ങനെ എൻ്റെ ആദ്യത്തെ ദോശ ചുട്ടു നോക്കി. അപ്പോൾ അത് അത്ര നന്നായിട്ട് കിട്ടണമൊന്നുമില്ല, കുറച്ച് ബുദ്ധിമുട്ടി ഞാൻ അതിൻ്റെ മേലെ. പക്ഷേ കുറച്ച് ദോശ, ഒരു ആദ്യത്തെ 1-2-3 ദോശയൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു 4-5 അഞ്ചാമത്തെ ദോശയൊക്കെ ആയപ്പോൾ കറക്റ്റ് നല്ല ഈസി ആയിട്ട് അത് കിട്ടാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ശരിയായി.
അപ്പോൾ എനിക്കിത് എന്താ അറിയില്ല, എനിക്ക് ഡ്രസ്സ് എടുക്കുമ്പോഴൊക്കെ സാധാരണ ഇങ്ങനത്തെ സന്തോഷം വരാറ്. ഇപ്പൊ എനിക്ക് പാത്രങ്ങൾ വാങ്ങുമ്പോഴും അതേപോലത്തെ സന്തോഷം. അപ്പൊ ഇതാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ചട്ടി, അതായത് ഇരുമ്പിന്റെ ഒരു പാത്രം, ഇരുമ്പിന്റെ പാത്രങ്ങളാണ് എനിക്ക് ശരിക്കും ഉപയോഗിക്കാൻ ഇഷ്ടം. അപ്പൊ ഞാനൊരു ചീനച്ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതൊന്ന് മയങ്ങി കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ഒരു എങ്ങനെയെങ്കിലും ഇതൊന്ന് മയക്കി എടുക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഈ ഇരുമ്പിന്റെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതിന് ഭയങ്കര ഒരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ അമ്മമ്മയുടെ അടുത്ത് ഇതേപോലെ ഒരു ഇൻഡാലിയത്തിന്റെ ചട്ടിയുണ്ട്. അപ്പൊ അതിലുണ്ടാക്കുന്ന ദോശയും നമ്മൾ സാധാ നോൺ സ്റ്റിക്ക് തവയിൽ ഉണ്ടാക്കില്ലേ, ആ ദോശയ്ക്ക് എനിക്ക് ഭയങ്കര ഡിഫറൻസ് തോന്നാറുണ്ട്, അതിന്റെ ടെക്സ്ചറിലും അതിന്റെ ടേസ്റ്റിലും. അപ്പൊ എനിക്ക് ഇതേപോലത്തെ ഒരു പാത്രത്തിൽ ദോശ ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ ദോശ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ആ ടെക്സ്ചറും ആ ടേസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിങ്ങനെ മയങ്ങി കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ദോശയൊക്കെ വേഗം ചുട്ടിട്ട് കുഞ്ഞിക്ക് രാവുനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അപ്പൊ അവർ രണ്ടുപേരും ദോശ ഇഷ്ടം, രാവുനും ദോശ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിക്ക് ആദ്യത്തെ കുറച്ച് പ്രാവശ്യം, അതായത് ആദ്യത്തെ 1-2 പൊട്ടൊക്കെ അവള് നന്നായി കഴിക്കും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവിടെ ഇവിടെയൊക്കെ എറിഞ്ഞിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് സാധാരണ. അപ്പൊ ഇന്നെന്തോ വലിയ കുഴപ്പമില്ലാതെ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാണെങ്കിൽ വീട്ടിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കൊന്നുമില്ല. ചിലപ്പോൾ ആദ്യത്തെ ആ 1-2 വായൊക്കെ നല്ലപോലെ ഒന്ന് കഴിക്കുന്നല്ലാതെ ബാക്കിയുള്ളതൊക്കെ അവിടെ ഇവിടെയും പിച്ചിട്ടിട്ട് പിന്നെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് അവൾക്ക് എന്തെങ്കിലും ഫുഡ് വേറൊരു വീട്ടിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ അവൾ നന്നായി കഴിക്കും. അതെന്താന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കൊടുക്കുമ്പോൾ അവൾ അങ്ങനെ കഴിക്കില്ല. നേരെ മറിച്ച് മേമമാരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവൾ നന്നായി കഴിക്കും. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ രണ്ടുപേരും കൂടെ തല്ലുകൂടുന്ന ശബ്ദവും കുഞ്ഞു കരയുന്ന ശബ്ദവും കേൾക്കാം. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഇല്ല കഴിക്കാൻ, പക്ഷെ എവിടെയെങ്കിലും പോയിട്ട് കഴിക്കാനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കാണുന്നവർ വിചാരിക്കും വാവ് എന്ത് നന്നായി കഴിക്കണ കുട്ടീന്ന്. പക്ഷെ നമുക്കെല്ലാം അറിയുള്ളൂ, നമ്മുടെ ശരീരം കണ്ടാൽ പിന്നെ മനസ്സിലാവും ഒന്നും കഴിക്കണില്ല എന്നുള്ളത്. ഞാൻ മാക്സിമം പല രീതിയിലും പലതും അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ രാവു ഇങ്ങനെ ആയിരുന്നില്ല. ഞാൻ രാവുവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ ഞാൻ ബുദ്ധിമുട്ടിയിട്ടേ ഇല്ല. ഞാൻ അതുകൊണ്ട് അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള, ഞാൻ ഓരോ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ അതേപോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് രാവു അതൊക്കെ കഴിച്ചിട്ടുമുണ്ട്. പക്ഷെ കുഞ്ഞിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല, പക്ഷെ കഴിക്കണില്ല. പിന്നെ കുറച്ചും കൂടി വലുതായ ശരിയാവും എന്ന് വിചാരിക്കണു. അപ്പൊ ഞാൻ പറഞ്ഞ ലാസ്റ്റത്തെ 5ാമത്തെ ദോശയാണിത്. ഇതെനിക്ക് നല്ല രീതിയിൽ കിട്ടിയ തന്നെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഈസി ആയിട്ട് എടുത്തു. അങ്ങനെ ശരിക്കും മാവ് നന്നായിട്ട് പുളിച്ചിട്ടില്ലാത്തത് കൊണ്ട്, അതായത് നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ വീണ്ടും അത് മാവ് പുറത്ത് വെച്ചിട്ട് പിന്നെ ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴാണ് ഫ്രിഡ്ജിക്ക് എടുത്ത് വെച്ചത്. പിന്നെ ഇവർക്ക് ദോശ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്, രാവുവിന് ഇഷ്ടമായതുകൊണ്ട് ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ ഉറങ്ങി എണീറ്റാലും ദോശ കഴിക്കും, ചിലപ്പോൾ രാത്രി ദോശ കഴിക്കും. അവന് അങ്ങനെ കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാൻ നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും സീരീസ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് ഞാൻ കഴിക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് കാണുന്നതാണ് യങ് ഷെൽഡൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണെങ്കിൽ കുറേ സീസണൊക്കെ ഉണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ നല്ലൊരു രസമുള്ള, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും കണ്ടിരിക്കാൻ പറ്റിയത് നമ്മളിങ്ങനെ അന്വേഷിക്കില്ലേ, അങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സീരീസാണിത്. നല്ലൊരു കോമഡിയൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് രാവു ഞാൻ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി എൻ്റെ മേത്ത് കയറുക, ചാടുക, അടിക്കുക, അങ്ങനെ ഓരോന്നൊക്കെയാണ്. അപ്പോൾ രാവുവിൻ്റെ വക ഓരോ പരിപാടികളാണ് രാവു അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ഇരുന്ന് കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങും. അതായത് കുഞ്ഞിയും രാവും കൂടി മണ്ണിൽ കളിക്കും. ഞാനാണെങ്കിൽ ആ സമയത്ത് തുണികൾ വാഷ് ചെയ്യും. അപ്പോൾ അവർക്ക് എണ്ണ തേച്ചിട്ട് അവരെ നിർത്തും. എന്നിട്ട് എല്ലാവരും കൂടി പുറത്ത് പോയിട്ട് ചിലപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനും അവർ വരും, തുണികൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോപ്പ് എടുത്ത് കളിക്കലും അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. രാവുവിനാണെങ്കിൽ മണ്ണിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓന് 24 മണിക്കൂർ ഇരുത്തിയാലും അവനിരുന്ന് കളിക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ് കളിക്കുന്നത്. അങ്ങനെ മണ്ണിൽ ഓരോന്നും ഉണ്ടാക്കിയിട്ടൊക്കെ അവൻ കളിക്കും. അപ്പം ഞാനൊരു ദിവസം ഇവൻ കളിക്കുന്ന സ്ഥലത്ത് ഒരു ഇരുമ്പമ്പുള്ളിയുടെ മരമുണ്ട്. അപ്പം അതിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ടാണ് അവൻ കളിക്കുക. ഞാൻ അങ്ങനെ ഒരു ദിവസം അതിൻ്റെ ചോട്ടിൽ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് എന്ത് രസമാണ് അവിടെ ഇരിക്കാൻ വെച്ചിട്ടാ. നല്ല കാറ്റ് വീശും, നല്ല രസമാണ് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഉണ്ടാക്കണോ? ഇതെന്താ? മണ്ണല്ലേ?
ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് എൻ്റെ കസിൻസിൻ്റെ കൂടെ ഇതേപോലെ മണ്ണും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ കളിക്കാറുണ്ട്. അപ്പം ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ചോറ്, കൂട്ടാൻ, പിന്നെ എന്തെങ്കിലും അപ്പം അങ്ങനെയൊക്കെ ഞങ്ങളുടെ മനസ്സിൽ. പിന്നെ ഞങ്ങൾ ഇല പൊട്ടിച്ചിട്ട് അത് നോട്ടാണെന്ന് പറഞ്ഞ് കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കും. ചെമ്പരത്തി ഞങ്ങൾ തക്കാളിയാക്കും അങ്ങനെയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു അവൻ്റെ മനസ്സിൽ അവൻ എന്തെങ്കിലും അപ്പം ഉണ്ടാക്കുന്ന അതിലായിരിക്കും, ഞങ്ങളൊക്കെ വിചാരിച്ച പോലെ ആയിരിക്കും അവൻ വിചാരിക്കുന്നത് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചതാണ്. പക്ഷെ അവൻ ഭയങ്കര അവൻ പറയാം അത് മണ്ണാണ്. അതേപോലെ ഞാൻ എന്തെങ്കിലും ഇവൻ ഇതേപോലെ വെള്ളം ഒഴിച്ചു അതിൽ ഇലകൾ ഇട്ടിട്ട് മെച്ചിങ്ങൊക്കെ ഇട്ടിട്ട് ഇരുന്നിങ്ങനെ കലക്കും. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പോയി ചോദിക്കും ഇതെന്താ കൂട്ടാനാണോ ചോദിക്കും. അപ്പോൾ ഇത് വെള്ളമാണ്, ഇത് മെച്ചിങ്ങ എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോൾ അവൻ അങ്ങനത്തെ ഒരു ഫാൻറ്റസിയിലല്ല തോന്നുന്നു, അവൻ റിയാലിറ്റിയിലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അവന് രണ്ടുപേർക്കും ഞാൻ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു. എങ്ങോട്ടാ എങ്ങോട്ടാ ബാബു? എണ്ണയൊക്കെ തേച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തുണികളൊക്കെ വാഷ് ചെയ്തു. പിന്നെ കുഞ്ഞാണെങ്കിൽ എപ്പോഴും ഫുഡ് കഴിക്കുന്നത് ഈ ചെയറിലിരുന്നിട്ടാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് രാവുവിന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ചെയറാണ്. രാവുവിനൊരു 1.5 വയസ്സൊക്കെ ഉള്ള സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അന്ന് ഞാനിങ്ങനെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ ഇതേപോലെ ഒരു ചെയർ വാങ്ങണം എന്ന് കുറേ ആലോചിച്ചിട്ട് ഇനി രാവു ഇരിക്കുമോ എന്താ ചെയ്യുകയെന്നൊന്നും അറിയാതെ ഞാൻ കുറേ ഡൗട്ടായിട്ട് കുറേ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ആമസോണിലൊക്കെ. അങ്ങനെ അവനെ ഇരിക്കാൻ ചിലപ്പോൾ സുഖം ഉണ്ടായിരിക്കുക ഇതേപോലെ കുഷ്യൻ വരുന്ന ഒരു ചെയറുണ്ട്, അതായിരിക്കും എന്നൊക്കെ ആലോചിച്ച് അത് വാങ്ങണം. അതിനാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട്, അതായത് 4000 ചില്ല 3000 ചില്ല ഒക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ അത് വാങ്ങിയിട്ട് അവൻ ഇരുന്നിട്ടില്ലെങ്കിലോ എന്നൊക്കെ. കാരണം അവൻ അന്ന് ഭയങ്കര ഓടിക്കളിക്കുക ചാടി കളിക്കുക, ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കാത്ത അങ്ങനത്തെ ഒരു സ്വഭാവം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാലും ഇരുന്നാലോ ഇരുന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് വാങ്ങിയത്. ഈ ഒരു സംഭവം വാങ്ങി. ഇതിന് കുറച്ച് റേറ്റ് കുറവാണ്, അതായത് 1500 ആ റേഞ്ചിലാണ് അത് വരുന്നത്. അപ്പോൾ അത് വാങ്ങി രാവുണ്ണി എപ്പോഴും അതിലിരിക്കുകയായിരുന്നു. അതിലിരുന്ന് ഫുഡ് കഴിക്കും, അവനൊരു കുഴപ്പമില്ല. ഞാൻ പിന്നെ ഇവർക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് അവർ കഴിക്കുമ്പോൾ എല്ലായിടത്തും ആക്കും. ഞാൻ ആ കുഷ്യനുള്ളത് വാങ്ങിയിരുന്നെങ്കിൽ അതിൻ്റെ ആ ഒരു കുഷ്യനിലൊക്കെ ഈ ഫുഡിൻ്റെ വേസ്റ്റും അത് ആകെ നാശമായിരുന്നേനെ. ഇതാവുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാനും ഒക്കെ നല്ല സുഖമാണ്. അപ്പോൾ ഇത് വാങ്ങിയത് ഭയങ്കര നന്നായി എന്ന് എനിക്ക് എപ്പോഴും തോന്നും. അതൊക്കെ കഴിഞ്ഞ് അവരെ രണ്ടുപേരും കുളിപ്പിച്ചു. പിന്നെ ഞാൻ അവർ ഭക്ഷണം, അത് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊടുക്കുന്നതിന് മുന്നേ എന്തെങ്കിലും നട്ട്സോ, എന്നും നട്ട്സ് ആയിരിക്കില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ നേന്ത്രപ്പഴമായിരിക്കും, അല്ലെങ്കിൽ പാലിൽ ഒരു പൊടി കലക്കിയിട്ട് അത് കൊടുക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു സമയത്ത് അവർക്ക് കൊടുക്കും. എന്നിട്ട് ഇപ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. ഇത് ക്യാരറ്റും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ചെറുപയർ, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇല്ല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി ഇടും. പിന്നെ ചോറ് ഞാൻ അരിയാണ് സാധാരണ ഇടാറ്, പക്ഷേ ഈ അരി വേവാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടും ഞാൻ വേവിച്ച് വെച്ച അരി ഇട്ടിട്ട് വേവിച്ചത്. അപ്പം അങ്ങനെ ഇതവർക്ക് ഇഷ്ടമാണ്. ക്യാരറ്റ് നന്നായി ഉടച്ചു കൊടുക്കണം, കഷ്ണമായിട്ട് കിടക്കുമ്പോൾ ചിലപ്പോൾ കഴിക്കില്ല, നന്നായി ഉടഞ്ഞ് വരും. അപ്പോൾ ഒന്നുകൂടി ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഞാൻ ഉടച്ചിട്ട് അവർക്ക് കൊടുക്കും. കുഞ്ഞിക്കാണെങ്കിലും കഴിക്കാൻ ഇഷ്ടമാണിത്. അങ്ങനെ അവർ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കഴിച്ചു. അപ്പം ഞാൻ ഈ ഭക്ഷണം ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോകും. കുളിച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഫുഡ് കൊടുക്കും. അപ്പോൾ ഫുഡ് കൊടുത്ത് വയറ് നിറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് വേഗം കിടന്ന് ഉറങ്ങാറുണ്ട്. അങ്ങനെ കുഞ്ഞിനെ ഉറക്കി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. പക്ഷേ രാവു ഇപ്പോൾ പഴയ പോലെയല്ല, രാവിന് ഉറക്കം ഭയങ്കര കുറവാണ്. അവൻ്റെ ഉച്ചയ്ക്ക് ഉറക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവൻ കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവൻ ഉറങ്ങുന്നത്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും മധുരമുള്ള കഴിക്കാൻ ഒരാഗ്രഹം. അപ്പോൾ ഒരു ഫലൂദ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും രാവും കൂടി അത് പോയി വാങ്ങി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിന് ഭയങ്കര സന്തോഷമാണ്. ശരിക്കും എന്തെങ്കിലും ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ ഞാൻ എന്തെങ്കിലും മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വന്നാലും അവർ വിചാരിക്കും എന്തോ ഫുഡ് വന്നിരിക്കുകയെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഭയങ്കര സന്തോഷം, ഓടി വരും പാപ്പു തുറക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അപ്പോൾ അവർക്ക് അത് സങ്കടമാവും എന്തെങ്കിലും മേക്കപ്പ് സാധനങ്ങളൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇത് വാങ്ങിക്കാൻ എൻ്റെ കൂടെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനാണ് ഇതൊക്കെ പൊട്ടിക്കലും തുറക്കലും ഒക്കെ. അങ്ങനെ ഫലൂദയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നല്ലൊരു ഉറക്കം ഉറങ്ങി. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിന്ന് പുറത്ത് തൃശ്ശൂർ ഒരു റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് അവിടെ പോണത്. ഒരു റീല് കണ്ടിട്ടാണ് ഇപ്പോൾ പോണത്. അവിടെ നല്ല പോർക്കിൻ്റെ സ്റ്റേക്ക് കിട്ടും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിൽ കാണാൻ നല്ല രസമുണ്ട് അത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് കേക്കുകൾ, അതായത്
മിൽക്ക് കേക്കും ചീസ് കേക്ക് അതേപോലെ കപ്പ് കേക്ക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെ അവർ ഇങ്ങനെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് പോയി നോക്കി. അപ്പോൾ അതിൽ രാവുണ്ണിക്കാണെങ്കിൽ കപ്പ് കേക്ക് ഭയങ്കര ഇഷ്ടമായി, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ രാവുണ്ണി അത് വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ കപ്പ് കേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ടേസ്റ്റിൽ ഇതുവരെ ഒരു കപ്പ് കേക്ക് കഴിച്ചിട്ടില്ല. അത്രയും അത് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരുന്നു അതിന്. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റും അതിനുണ്ട്. നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിന്. അപ്പോൾ അതിൻ്റേതായ ഒരു വിലയും ആ ഒരു കപ്പ് കേക്കിനുണ്ട്. പിന്നെ ഞങ്ങളൊരു മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഡ്രിങ്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ പോർക്കിൻ്റെ സ്റ്റേക്കും പിന്നെ ഒരു ചിക്കൻ്റെ ഒരു സംഭവം ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് കഴിച്ച എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ടേസ്റ്റിൽ ആദ്യമായിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയാം. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തോ ഒരു ക്രീമി സൂപ്പ്. അപ്പോൾ ഉള്ളതിൽ കുറച്ചൊരു പിന്നാക്കം നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ക്രീമി സൂപ്പാണ്. പക്ഷേ കണ്ണേട്ടന് അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയാണെങ്കിൽ ഒരു ഗാർലിക് ബ്രെഡും വന്നിട്ടുണ്ടായിരുന്നു. പോർക്കിൻ്റെ സ്റ്റേക്ക് ആണെങ്കിൽ നല്ല രസമുണ്ട്. അതിലാണെങ്കിൽ പുളിയുടെ ടേസ്റ്റിൽ ആ സോസ് ഒരു പുളി, നമ്മളുടെ വാളൻ പുളിയുടെ ഒക്കെ സംഭവം തോന്നുന്നുണ്ട്. നല്ല പുളിയായിട്ട് നല്ലൊരു ടേസ്റ്റുള്ള ഒരു സോസും അത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ ചിക്കൻ്റെ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് പറഞ്ഞാൽ ഓർമ്മയില്ല. മുന്നൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇതേപോലൊരു സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ അത് ഭയങ്കര ക്രിസ്പി ആയിട്ട് നല്ല അത് അവിടുത്തെ ആയിരുന്നു ഭയങ്കര ടേസ്റ്റ്. ഇത് അത്ര ക്രിസ്പി ഒന്നുമല്ല. ഒരു എന്താ പറയുക, ഫ്രൈഡ് ചിക്കൻ, നമ്മൾ KFC ചിക്കൻ്റെ ഒക്കെ ഒരു ചെറിയ സംഭവം പോലത്തെ. അപ്പോൾ അതും വലിയൊരിതില്ല. ശരിക്കും ആ ക്രിസ്പി ആയിട്ടുള്ള സെയിം സാധനം തന്നെ, സെയിം പേരാണ് അതിന്. അപ്പോൾ അത് ആ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടത്. ഇതും കുഴപ്പമില്ല. ഇത് വന്ന സോസും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കൂട്ടി കഴിക്കാൻ കൊള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരെയും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.